ജ്ഞാനസ്നാനം യേശുവിൻ്റെ മരണത്തെയും പുനരുത്ഥാനത്തെയും സൂചിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഹൗ ഡസ് ബാപ്റ്റിസം സിംബലൈസ് ജീസസ് ഡെത്ത് ആൻഡ് റിസറക്ഷൻ? മാമോദീസ എന്നത് നമ്മുടെ വിശ്വാസത്തിലെ ഒരു പ്രധാന കൂദാശയാണ്. ജന്മപാപത്തിൽ നിന്ന് മോചിപ്പിച്ച് തിരുസഭയിൽ നമ്മെ അംഗങ്ങളാക്കുന്ന പ്രവേശക കൂദാശയാണത്. മാമോദീസായിൽ വെള്ളത്തിലേക്ക് മുങ്ങുന്നത് യേശുവിൻ്റെ മരണത്തെയും വെള്ളത്തിൽ നിന്ന് ഉയരുന്നത് അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെയും സൂചിപ്പിക്കുന്നു. മാമോദീസായിലൂടെ നമ്മൾ പാപത്തിൽ മരിക്കുകയും ക്രിസ്തുവിനോടൊപ്പം ഒരു പുതിയ ജീവിതത്തിലേക്ക് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുന്നു. പഴയ ജീവിതം ഉപേക്ഷിച്ച് ക്രിസ്തുവിൻ്റെ മാതൃക പിന്തുടർന്ന് ജീവിക്കാമെന്നുള്ള തീരുമാനമാണത്. മാമോദീസ നമുക്ക് യേശുവോടൊത്ത് നിത്യജീവൻ തന്നെ വാഗ്ദാനം ചെയ്യുന്നു. ആദിമ നൂറ്റാണ്ടുകളിൽ നമ്മുടെ സഭയിൽ നവശിഷ്യന്മാരുടെ ജ്ഞാനസ്നാനം ദുഃഖശനിയാഴ്ചയായിരുന്നു. വിശുദ്ധ ക്രിസോസ്റ്റോമിൻ്റെ കാലത്ത് 3000 പേരോളം ഉണ്ടാകുമായിരുന്നു ജ്ഞാനസ്നാനത്തിന്. ഇന്ന് ഈ വലിയ ശനിയാഴ്ച മാമോദീസ വ്രതങ്ങൾ നവീകരിച്ച് ക്രിസ്തുവിൽ ഒരു പുതിയ ജന്മമായി തീരാൻ നമുക്കൊരുങ്ങാം. തിരുവചനം ശ്രവിക്കാം. അങ്ങനെ അവൻ്റെ മരണത്തോട് നമ്മെ ഐക്യപ്പെടുത്തിയ ജ്ഞാനസ്നാനത്താൽ നാം അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ടു. ക്രിസ്തു മരിച്ചതിനു ശേഷം പിതാവിൻ്റെ മഹത്വത്തിൽ ഉയർത്തെഴുന്നേറ്റതുപോലെ നാമും പുതിയ ജീവിതം നയിക്കേണ്ടതിനാണ് അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ടത്. വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം 6 4 വാക്യം.